ഹായ്, നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്തു വരുന്ന രണ്ട് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ആണ് ക്യാഷ് ബേസ് ഓഫ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ അക്രൂവൽ ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ക്യാഷ് ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം നമ്മൾ എപ്പോഴാണോ ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെൻഡിച്ചർ നമ്മൾ എപ്പോഴാണോ ക്യാഷ് ആയിട്ട് പേ ചെയ്യുന്നത്, ആ ഒരു പീരീഡിൽ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നതാണ് ക്യാഷ് ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്രൂവൽ ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം നമ്മൾ എപ്പോഴാണോ ഏൺ ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെൻഡിച്ചേഴ്സ് അല്ലെങ്കിൽ ലാബിലിറ്റീസ് നമ്മൾ എപ്പോഴാണോ ഇൻകർ ചെയ്യുന്നത്, ആ ഒരു പീരീഡിൽ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നതിനാണ് അക്രൂവൽ ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കമ്പനി അവരുടെ എംപ്ലോയീസിന് സാലറി പേ ചെയ്യുന്ന സമയത്ത് ഫെബ്രുവരി മന്തിന്റെ സാലറി ആണ് എന്നുണ്ടെങ്കിൽ മാർച്ചിലായിരിക്കും പേ ചെയ്യുന്നത്. നമ്മൾ ക്യാഷ് ബേസ് ഓഫ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും അത് മാർച്ചിലാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ എപ്പോഴാണോ ക്യാഷ് ആയിട്ട് നമ്മൾ അത് പേ ചെയ്യുന്നത്, ആ ഒരു പീരീഡിലാണ് നമ്മൾ അത് അക്കൗണ്ടിങ് ചെയ്യുന്നത്. അക്രൂവൽ ബേസിസിലാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഫെബ്രുവരി മന്തിന്റെ സാലറി നമ്മൾ എപ്പോഴാണോ അത് ഇൻകർ ചെയ്യുന്നത്, ഡ്യൂ ആവുന്നത്, അപ്പോൾ തന്നെ അത് അക്കൗണ്ടിങ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഫെബ്രുവരി മന്തിന്റെ സാലറി ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ ഫെബ്രുവരിയിൽ തന്നെ അക്കൗണ്ടിങ് ചെയ്യണം എന്നുള്ളതാണ്. അത് നമ്മൾ പേ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, നമ്മൾ അത് ഡ്യൂ ആവുന്നത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ അത് ഇൻകർ ആവുന്നത്, ആ ഒരു പീരീഡിൽ തന്നെ അത് അക്കൗണ്ടിങ് ചെയ്യണം എന്നുള്ളതാണ് അക്രൂവൽ ബേസിസിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ 2 മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കി. നിങ്ങൾക്ക് അക്കൗണ്ട്സ്, ഓഡിറ്റിംഗ്, ടാക്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്